കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ 50 വർഷത്തിലേറെ പഴക്കമുള്ള മുക്കം പാലത്തിനോട് ചേർന്ന് പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 7.25 കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ പാലം നിർമ്മാണത്തിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാണ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. മലപ്പുറം ആസ്ഥാനമായുള്ള PMR കമ്പനിയാണ് പ്രവൃത്തിയുടെ കരാറുകാർ. 4 തൂണുകളായി നിർമ്മിക്കുന്ന പാലത്തിന്റെ 2 തൂണുകൾ കരയിലും 2 വെള്ളത്തിലുമാണ് നിർമ്മിക്കുക. ഇതിൽ പുഴയിൽ നിർമ്മിക്കുന്ന പില്ലറിന്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മിനി പാർക്ക് സംരക്ഷിച്ച് നിലവിലെ പാലം പൊളിക്കാതെ പാലത്തിന്റെ വലതുഭാഗത്താണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 6 മീറ്റർ വീതിയിലാണ് പുതിയ പാലം നിർമ്മിക്കുക. നിലവിലെ പാലത്തിന് 6.5 മീറ്റർ വീതിയാണുള്ളത്. നിലവിലെ പാലത്തിന് സുരക്ഷാ ഭീഷണിയില്ലെന്നും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നും ലിൻഡോ ജോസഫ് MLA നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം നിലവിലുള്ള പാലം കാലപ്പഴക്കം കാരണം സിമന്റ് അടർന്നു വീണ കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ്. ക്വാറി ക്രഷർ യൂണിറ്റുകളിൽ നിന്ന് ടൺ കണക്കിന് ഭാരമുള്ള ലോഡുമായി ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് ഈ പാലം വഴിയാണ്. നിലവിൽ കിലോമീറ്ററിന് 4 കോടിയോളം രൂപ ചിലവഴിച്ച സംസ്ഥാനപാത വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. ഈ പ്രവൃത്തിക്കൊപ്പം തന്നെ കാരശ്ശേരി പഞ്ചായത്തിനെയും മുക്കം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പാലവും പുതുക്കി പണിയുമെന്നാണ് കരുതിയിരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് പാലത്തിന്റെ കൈവഴികൾ അറ്റകുറ്റപ്പണികൾ നടത്തുകയും പെയിന്റടിച്ച് വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. പാലത്തിന്റെ അടിഭാഗം കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്ത് കണ്ടു തുടങ്ങിയതിന് പുറമെ 2 പ്രളയങ്ങളുടെ കുത്തൊഴുക്കിൽ കരകളുടെ ഗട്ടറുകൾക്കും ബലക്ഷയം വന്നിട്ടുണ്ട്. നിലവിലുള്ള റോഡിന്റെ പകുതി വീതി മാത്രമാണ് പാലത്തിനുള്ളത്. 2 വലിയ വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകുന്നതിനുള്ള വീതിയേ ഉള്ളൂ. ഇതുമൂലം പാലത്തിൽ അപകടങ്ങളും ഗതാഗത കുരുക്കും ഉണ്ടാകാറുണ്ട്. പുതിയ പാലം ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.